നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ മുമും അതുപോലെ തന്നെ ജിന്നും കിച്ചണിൽ നിൽക്കുകയാണ്. അച്ഛന്റെ വീട്ടിലാണ്. ഈ നേരം അച്ഛനും ബാക്കിയുള്ള ആൾക്കാരും വീട്ടിലില്ല. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. മുമുൻ ആ ഒരു പാചകം ചെയ്യുന്ന വസ്ത്രമൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളെ പാചകം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ജിന്നാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അവൾക്ക് നന്നായിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ മുമു ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന സോസ് എടുത്ത് പാചകത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നില്ല സോസ്. അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ സോസിനെ എടുത്തിട്ട് പിതിക്കാനായിട്ട് തുടങ്ങും. ലാസ്റ്റ് അത് തെറിച്ച് ജിന്നിന്റെ ഷർട്ടിൽ വീഴും. ഷർട്ട് മൊത്തം അഴുക്കായിട്ടുണ്ട്. ഞാൻ പോയി മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകും റൂമിലോട്ട്. മുമു ഞാനും വരുന്നെന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അവന്റെ പിന്നാലെ കയറി ചെല്ലും. അവൻ ചെന്ന് ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് നോക്കുകയാണ്. എന്നാൽ മുമു അടുത്തോട്ട് ചെന്നിട്ട് അവനൊരു കറുത്ത ഡ്രസ്സ് എടുത്ത് കൊടുക്കും. ഒരു ഷർട്ട്, നിന്നെ കറുത്തതിൽ കാണാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ പതിയെ ഡ്രസ്സ് ഊരുന്ന സമയത്ത് ഞാൻ നിന്നെ നോക്കത്തില്ല എന്ന് പറഞ്ഞ് അവള് കണ്ണ് പൊത്തി പിടിക്കും. പക്ഷെ ഒളിക്കണ്ണിട്ട് നോക്കും. ഇത് മനസ്സിലാക്കുന്ന ജിന്നാണെങ്കിൽ നീ എനിക്ക് ഷർട്ട് ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് അടുത്തിരുത്തും. അവളോട് ഷർട്ട് ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ അവൾ പതിയെ പതിയെ കണ്ണ് തുറന്നിട്ട് ഷർട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഷർട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജിന്ന് പതിയെ മുമുന്റെ അടുത്ത് നിന്നിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. ഈ ശബ്ദം മുമും ജിന്നും കേൾക്കുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി അവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. അച്ഛനും അമ്മയും അനീത്തിയാണ് കയറി വന്നേക്കുന്നത്. അനീത്തിയുടെ ടാബ് ആ റൂമിലാണ്. അതുകൊണ്ട് തന്നെ അമ്മ ചേച്ചിയുടെ റൂമിലാണ് ടാബ്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മുമു ലൈറ്റ് ഓഫ് ആക്കും. അതുകൊണ്ട് തന്നെ അമ്മ പറയും ചേച്ചി ഉറക്കത്തിലാണ്, അങ്ങോട്ട് പോയി ശല്യപ്പെടുത്തേണ്ടതെന്ന്. ഇപ്പൊ ഈ റൂമിലിരിക്കുന്ന മുമുനും ജിന്നിനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എങ്ങനെ പുറത്തോട്ടിറങ്ങും? പക്ഷേ ജിന്നിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാം റെഡിയാക്കിക്കോളാം എന്ന് പറയുമ്പോൾ മുമുനൊരു പേടി, ഇനിയിപ്പോ അവര് തൂക്കിയാലോ? അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയുണ്ട്. ജിന്ന് ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് ചെല്ലും. പതിയെ ലൈറ്റ് ഇടുമ്പോൾ അനീതിക്ക് മനസ്സിലായി ചേച്ചി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്, ഇനിയിപ്പോ ടാബ് എടുക്കാന്ന്. അതുകൊണ്ട് തന്നെ ഡോറിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ജിന്ന് പതിയെ റൂം തുറന്ന് പുറത്തോട്ടിറങ്ങി വരും. എന്നിട്ട് ആ ടാബ് എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അനീതിക്ക് കാര്യം മനസ്സിലായെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ചേച്ചിയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ചേച്ചി ആരാണ്? മുമു നാണിച്ചവിടെ നിപ്പുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ മുമുവിനോട് അമ്മ ചോദിക്കും, മോളുടെ മുഖത്തെല്ലാം എന്താ പറ്റിയ, ഇത്ര എന്താ ചുമന്നിരിക്കുന്നതെന്ന് ചോദിക്കും. മറ്റൊന്നുള്ള ബ്ലഷ് ആയതാണ്. എന്തായാലും ജിന്നിനോട് കഴിക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും റൂമിൽ എന്തെടുക്കുമായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ജിന്ന് പറഞ്ഞു മറ്റൊന്നല്ല, അവിടുത്തെ സ്വിച്ച് കംപ്ലൈന്റ് ആണ്, അത് ശരിയാക്കിയതാണെന്ന്. അമ്മ പറയും ഈ വീട്ടിലെ എല്ലാം കംപ്ലൈന്റ് ആണ്, എല്ലാം ഒന്നും കൂടെ റെഡിയാക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അവരെല്ലാരും കൂടെ പോയിരുന്നു ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് അമ്മ ചോദിക്കും, സാധാരണ ജിന്ന് എപ്പോഴും വീട്ടിലോട്ടൊന്നും വരാറില്ല, പക്ഷേ മുമു വന്നതിന് ശേഷം എപ്പോഴും വീട്ടിൽ കാണും, അതെന്താന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അനീതി ഇടയ്ക്ക് കയറി ചോദിക്കും, ചേച്ചിക്ക് ജിന്നിനെ ഒരുപാട് ഇഷ്ടമാണോ ചേച്ചി? കാരണം ഞാൻ അന്ന് വന്നപ്പോൾ ചേച്ചി കരയുന്നത് കണ്ടായിരുന്നല്ലോ റൂമിൽ ഇരുന്നിട്ട്. അമ്മയും കളിയാക്കും, നീ ഇത്രയും വളർന്ന് വലുതായിട്ട് ഇരുന്ന് കരയുന്നോ, അതെന്തിനു വേണ്ടിയാന്ന് ചോദിക്കുമ്പോൾ അവള് പറയും അതൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ അവൾക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് പറയുന്നുമില്ല. വീണ്ടും അനീതി ചോദിക്കും, ചേച്ചിക്ക് ജിന്നിനെ ഒരുപാട് ഇഷ്ടമാണോന്ന്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്ത് പറയണമെന്നും അറിയാൻ പാടില്ല. അവൾ ഇങ്ങനെ അന്തം വിട്ട് അന്താളിച്ച് അവനെ തന്നെ നോക്കിയിരിക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കഴിക്കുന്ന തിരക്കിലാണ്. ആ നേരം അനീതി വേറൊരു കാര്യം കൂടെ പറയും, അവൾക്ക് ബീച്ചിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ ബീച്ചിൽ പോയാലോ എന്ന്. അമ്മ സമ്മതിക്കും, നമുക്ക് ബീച്ചിൽ പോവാന്ന്. ജിന്നിനോട് കൂടെ ബീച്ചിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് വരാന്ന് പറയും. കാരണം മുമു ഉണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സമയം പങ്കിടാനായിട്ട് കഴിയും. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മുമു എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ജിന്നിന്റെ കാലിൽ പതിയെ പതിയെ തലോടി കൊടുക്കുകയാണ് അവളുടെ കാല് വെച്ചിട്ട്. അവന് ചിരിയും വരുന്നുണ്ട്. എങ്ങനെ ഇവിടെ ഇരിക്കണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുമ്പോൾ അവൻ തിരിച്ചും അവളുടെ കാലിലോട്ട് തടവും. പക്ഷെ അറിയാതെ അവളുടെ ചെരുപ്പ് തട്ടി ദൂരോട്ട് തെറിപ്പിക്കും. അമ്മ നോക്കുമ്പോൾ ചെരുപ്പ് ദൂരെ കിടക്കുന്നു. എന്താ പറ്റിയേ? ആ ചെരുപ്പ് എന്താ അവിടെ കിടക്കുന്നതെന്ന് പറയുമ്പോൾ മുമു ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ജിന്നി വിടത്തില്ല. തറ നല്ല തണുപ്പാണ്, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത് മുമ്മുന് എടുത്തു കൊടുക്കും. മുമ്മു ചോദിക്കും, നീ മനഃപൂർവ്വം അല്ലേടാ നാറി ഇത് ചെയ്തത്? ജിന്നി പറയും, ഞാൻ മനഃപൂർവ്വമൊന്നും അല്ല, എന്നാലും മനഃപൂർവ്വമാണെന്ന്. അങ്ങനെ ഇവരെല്ലാരും കൂടെ പിറ്റേ ദിവസം ബീച്ചിൽ പോകും. ഒരു യാച്ചിൽ കയറിയിട്ടാണ് ഇവരെല്ലാരും ബീച്ച് കാണാനായിട്ട് വന്നിരിക്കുന്നത്. ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, കടലാണ്. ആ ഒരു യാച്ചിൽ പോകുന്ന സമയത്ത് അച്ഛന് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് വേണം, മദ്യം വേണം. എന്നാൽ അമ്മ കൊടുക്കത്തില്ല. വേണ്ട മനുഷ്യ കുടിക്കേണ്ടെന്ന് പറയും. പിന്നെ അവരെല്ലാരും കൂടെ മീൻ പിടിക്കാനായിട്ട് പോകും. ജിന്നും മുമ്മും എല്ലാരും മീൻ പിടിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ ചൂണ്ട വീതം ഉണ്ട്. പക്ഷെ അച്ഛന് മാത്രമേ മീൻ കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല. എന്തായാലും മീൻ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ ബാക്കിയുള്ള ആൾക്കാരോട് പറയും, ഇവിടെ തന്നെ ഒരു സിനിമ തിയേറ്റർ ഉണ്ട്, നമുക്ക് പോയി സിനിമ കണ്ടാലോ എന്ന്. എന്നാൽ ജിന്ന് പറയും, ഇന്നെനിക്ക് വയ്യ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാനായിട്ട് പോവാണെന്ന്. മുമ്മും പതിയെ ഒഴിഞ്ഞു മാറും. എനിക്ക് കൂട്ടുകാരിയായിട്ടൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പോവാ, നമുക്ക് പിന്നെ ഒരിക്കലാവാന്ന്. അച്ഛനെ അമ്മ വിളിക്കുമ്പോൾ അച്ഛനും വരാനായിട്ട് താല്പര്യമില്ല. എനിക്ക് മദ്യം തന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയും. ഒന്ന് പോ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അമ്മ കുട്ടീനെയും പിടിച്ച് അവിടെ നിന്ന് പോകും സിനിമ കാണാനായിട്ട്. ജിന്നും മുമ്മും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സമയം പങ്കിടാനായിട്ട്. പിന്നീട് ജിന്ന് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ അങ്ങോട്ട് മുമ്മു വന്നിരിക്കും. മുമ്മു വന്നിട്ട് പതി അവനോട് ചോദിക്കും, എടാ നിനക്ക് സ്നേക്കിനെ ഇഷ്ടമാണോ? അവളുടെ ശരീരമൊക്കെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ എന്ന്. സ്നേക്കിയുടെ ശരീരാകൃതിയും അവളുടെ ശരീരാകൃതിയും അവൾ കമ്പയർ ചെയ്യുന്നുണ്ട്. നേരത്തെ അമ്മ ജിന്നിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ, നീ ഇത്ര സുന്ദരനായിട്ട് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലേന്ന്. അപ്പൊ ഈ മുമ്മു ആണ് ഓരോ കാര്യങ്ങൾ തുടക്കം ഇട്ട് കൊടുത്തത്.
ഒരു സ്നേക്കി ഉണ്ടെന്ന് പോലും. ഇപ്പൊ ഇത് ഇവള് ഓവർ തിങ്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ് ജിന്നിനോട് ചോദിച്ചിട്ട്. പക്ഷെ ജിന്ന് പറയും, നീ എൻ്റെ കൂടെ നീന്താൻ വരുന്നുണ്ടോ? സ്നേക്കിയുടെ കാര്യമൊക്കെ വിട്, നമുക്ക് നീന്താൻ പോയാലോ എന്ന് ചോദിച്ച് പതിയെ അവളുടെ അടുത്ത് വന്ന് അവൾക്കൊരു ഉമ്മ കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ദൂരെ നിന്ന് അമ്മയും അനീതിയും വരുന്നുണ്ട്. പക്ഷെ അവര് ജിന്നിനെയും മൂമുനെയും കാണുന്നില്ല. ഇവർ രണ്ടുപേരും അമ്മേനെയും അനീതിയും കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കൂടെ താഴോട്ടിറങ്ങി ഓടും. അമ്മയും അനീതിയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് വന്നേക്കാണ്. ജിന്നും മൂമും അവിടെ ഒളിച്ചു നിൽക്കുമ്പോൾ അനിയത്തിയും അമ്മ അടുത്തോട്ട് വരുന്നുണ്ട്. ഈ ജിന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പെട്ടെന്ന് തന്നെ അവർ കാണാതിരിക്കാനായിട്ട് കടലിലോട്ട് എടുത്ത് ചാടും. മുമ്മു മാത്രം അവിടെ ഒറ്റയ്ക്കായി പോകും. അമ്മ അനീതി ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ മുമ്മു പറയും, വലിയൊരു മീൻ ചാടിപ്പോയതാണെന്ന്. എന്താ മുമ്മു നീ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ കടൽ കാണാൻ വന്നതാണെന്ന് അവള് കള്ളം പറയും. ജിന്നി കടലിൽ ചാടി നീന്താൻ പോയിട്ടുണ്ട് കേട്ടോ. അമ്മ അനീതി ഇത് കണ്ടിട്ടില്ല. പക്ഷെ അനീതിക്ക് എന്തോ മനസ്സിലായതുപോലെ. കുറച്ച് കഴിയുമ്പോൾ അമ്മ അനീതി അവിടെ നിന്ന് പോകും. വീണ്ടും അനീതി 2 ഐസ്ക്രീമായിട്ട് മുമ്മുന്റെ അടുത്ത് വരും. 2 ഐസ്ക്രീം കൊണ്ടുവന്ന് മുമ്മുന് കൊടുക്കുമ്പോൾ മുമ്മു പറയും, എനിക്ക് ഒന്ന് മതി, ഞാൻ ഒരാളെ ഉള്ളത്. ഇല്ല ചേച്ചി, ചേച്ചിക്ക് 2 ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അനീതി ഐസ്ക്രീം കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. മറ്റൊന്നുമല്ല, അനീതിക്ക് മനസ്സിലായിട്ടുണ്ട് ജിന്നിനും മുമ്മുനെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ മുമ്മുന് ജിന്നിനെ ഇഷ്ടമാണെന്നും പിന്നെ ജിന്ന് കൂടെ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് 2 ഐസ്ക്രീം കൊണ്ട് കൊടുത്തേക്കുന്നത്. അനീതി അവിടെ നിന്ന് പോയതിനു ശേഷം ജിന്ന് പതിയെ നീന്തി യാച്ചിലോട്ട് തിരിച്ചു കയറി വരും. മുമ്മു അവനെ വഴക്ക് പറയും, ഇങ്ങനെയൊക്കെയാണോ കടലിലെടുത്ത് ചാടുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അവന് തല തോത്തി കൊടുക്കുകയാണ്, പനി പിടിക്കില്ലേ നനഞ്ഞാല്. ജിന്നിനും കാര്യം മനസ്സിലായിട്ടുണ്ട്. 2 ഐസ്ക്രീം അനീതി കൊണ്ട് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണണമല്ലോ. അനീതി കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. നമുക്കിപ്പോ കുറച്ച് സമയം പങ്കിടാന്ന് പറഞ്ഞിട്ട് അവൻ ആ തോർത്തെടുത്തിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. ആ തോർത്തിന്റെ അകത്ത് വെച്ച് തന്നെ. അമ്മ അനീതിയൊന്നും ഇത് കാണുന്നില്ല. കട്ട് ചെയ്താൽ ഇവരെല്ലാരും തിരിച്ചു വന്നിട്ടുണ്ട്. ജിൻ അവന്റെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുമ്പോൾ അങ്ങോട്ട് മുമ്മു വരും. അവിടെ തന്നെ 2 പണിക്കാരും ഉണ്ട്. മുമ്മു പതിയെ ജിന്നിന്റെ അടുത്ത് നിന്നിട്ട് ജിന്നിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവൻ പറയും, വേണ്ട കെട്ടിപ്പിടിക്കണ്ട, കാരണം എന്റെ ദേഹം മൊത്തം അഴുക്കാണെന്ന്. മറ്റേ പണിക്കാരെ അറിയാതെയാണ് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. എന്നാൽ ആ സമയം കൂട്ടാന്റെ ശബ്ദം കേൾക്കാം. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കൂടെ മാറും. ഇവർ കിസ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. എന്നാൽ കൂട്ടുകാരൻ വന്നതുകൊണ്ട് തന്നെ നടന്നില്ല. മുമ്പ് പെട്ടെന്ന് തന്നെ അവന്റെ മുടി അങ്ങ് പറിച്ചെടുക്കും. ഒരു നരച്ച മുടിയുണ്ട്, അത് കളഞ്ഞതാന്ന് പറഞ്ഞിട്ട്. കൂട്ടുകാരനെ തെറ്റിദ്ധരിപ്പിക്കണ്ടേ, ഇല്ലെങ്കിൽ കൂട്ടുകാരൻ കണ്ടുപിടിക്കില്ലേ. എന്നാൽ കൂട്ടുകാരന് ചെറിയൊരു ഡൗട്ട്, പക്ഷെ അവന് വലിയ ഡൗട്ടൊന്നുമില്ല. എവിടെയാ മുടിയെന്ന് ചോദിക്കുമ്പോൾ അവൾ കളഞ്ഞെന്ന് പറയും. പിന്നെ ഈ കൂട്ടുകാരൻ വന്നേക്കുന്നത് വേറൊന്നിനുമല്ല, ജിന്നിന്റെ അനീതിക്ക് വേണ്ടി ഷാമ്പു വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ഏത് അനീതിക്ക് വേണ്ടി? ആ കുഞ്ഞനീതിക്ക് വേണ്ടി. എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അവൻ പോയിട്ട് വീണ്ടും ഒരു റൊമാൻസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും അവൻ വരും. ആ ഷാമ്പു ഉപയോഗിക്കണം, അത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. ജിന്ന് അവനെ വീണ്ടും വഴക്ക് പറഞ്ഞ് അവിടെ നോട്ടിക്കും. കൂട്ടുകാരൻ അവിടെ നിന്ന് പോകും. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സമയം പങ്കിടണമെങ്കിൽ ഇവിടെ ആരും വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്താ, ജിന്ന് പതിയെ ചെന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പറയും, നിങ്ങളൊരു ബ്രേക്ക് എടുത്തോ, വീട്ടിൽ പൊയ്ക്കോളാൻ. പക്ഷെ അവർക്ക് പോകാനായിട്ട് താല്പര്യമില്ല. പണി ചെയ്യാനുള്ള മൂഡിലാണ്. ഇല്ല ജിന്നെ, ഞങ്ങൾ പണിയെടുത്തോളാം എന്ന് പറയുമ്പോൾ, എടാ എനിക്ക് പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വാടാന്ന് പറയും. അവൻ പെട്ടെന്ന് തന്നെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കൊടുക്കും. ഓ, ഞാൻ നേരത്തെ വെള്ളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് വെള്ളമല്ല, എനിക്ക് കരിക്കും വെള്ളം വേണം, അതും തണുത്തത് വേണം, പോയി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കും. മറ്റവനോട് പോയി പാർട്സ് വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറയും, വണ്ടിയുടെ പാർട്സ്. എന്നാൽ ഇവിടെ നിറച്ചും വണ്ടിയുടെ പാർട്സ് ഉണ്ട്. എന്തിനാ ഇത്രയും വണ്ടിയുടെ പാർട്സ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പുതിയ പാർട്സ് തന്നെ വേണമെന്ന് അവൻ പറയും. അങ്ങനെ രണ്ടുപേരും കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടും. അത് നടന്ന് മാത്രമേ പോവാവൂ. പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് പൈസയും കൊടുക്കുന്നുണ്ട്. എത്രമാത്രം താമസിപ്പിക്കാൻ പറ്റുമോ അത്രയും താമസിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അമർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്. ഈ നേരം മുമു അകത്ത് കയറി പോയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ ജിന്നും കയറി ചെല്ലും. അകത്ത് കയറി ചെല്ലുമ്പോൾ മുമുനെ കാണാനില്ല. അവള് പതിയെ പതിയെ കൈയിട്ട് പുറത്തോട്ട് വിളിക്കുമ്പോൾ അവന് മനസ്സിലാവും അവൾ എവിടെയാണെന്ന്. പതിയെ അവളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൾ അവനെ പിടിച്ച് വലിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ ഭിത്തിയിൽ ചേർന്ന് നിൽക്കുകയാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ തന്നെ ഒരു പട്ടിക്കുട്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മുമുന് പേടി. ഇനിയിപ്പോ ആ പട്ടിക്കുട്ടി പോയി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ. ഈ മുമുന്റെ പേടി കണ്ടിട്ട് ജിന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ തന്നെ ഒരു തുണിയുണ്ട്. ആ തുണി എടുത്ത് പട്ടിയുടെ മുഖത്ത് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ പട്ടിക്ക് കാണാൻ പറ്റില്ലല്ലോ. പട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം വീണ്ടും ജിന്നും മുമും കൂടെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഈ പട്ടിയുടെ ഓണർ മറ്റാരുമല്ല, കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ ഈ പട്ടീനെ തിരക്കി വന്നിട്ടുണ്ട്. അവൻ ഈ പട്ടീന്റെ അടുത്ത് വരുമ്പോൾ എന്താ കാണുന്നത്? ജിന്നും മുമും കൂടെ നിന്ന് കിസ് ചെയ്യുന്നു. ഇത് കണ്ട് അവൻ ആകെ തകർന്നു പോകും. അവനെ അറിയായിരുന്നു ജിന്നിന് മുമുന് ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷെ സഹോദരന്മാരാണെന്നോ അല്ലെങ്കിൽ അല്ലെന്നോ ഒന്നും അറിയത്തില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അറിയാം. ഇപ്പൊ അവൻ കണ്ട് ആകെ കിള്ളി പറയും അവിടെ നിൽപ്പുണ്ട്. രാത്രി ആവുന്ന സമയത്ത് ജിന്നും മുമുനെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വരും. കാറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ പറ്റും. അത് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ കാറൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വിശക്കുമല്ലോ. ജിന്ന് സ്ട്രോബെറി കൊണ്ടുവന്നിട്ടുണ്ട്. അതെടുത്ത് മുമുന്റെ വായിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പതി അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് ആ സ്ട്രോബെറി കടിച്ചെടുക്കും. ഇവന് ഷൈ ആയിട്ടുണ്ട്, അവള് ഷൈ ആയിട്ടുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കി അവളാണെങ്കിൽ പതി അവന്റെ അടുത്തോട്ട് വന്നിട്ട് അവൻ ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കുന്ന സമയത്താണ് ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്നത്. ഇത് മുമു കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ അവളും പ്രാർത്ഥിക്കുന്നുണ്ട്. അവളുടെ എന്തോ ഒരു ആഗ്രഹം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ജിന്ന് കേൾക്കുന്നില്ല. അവളുടെ ആഗ്രഹം എല്ലാ ദിവസവും ഇതുപോലെ ജിന്നുമായിട്ട് സമയം പങ്കിടാൻ കഴിയണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല സന്തോഷമായിരിക്കണം. ജിന്ന് പ്രാർത്ഥിക്കുന്നില്ല. അവൻ ആഗ്രഹമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, എന്റെ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന്. മറ്റൊന്നല്ല, മുമുന് അവൻ
ഇഷ്ടമായിരുന്നു. മുമുനെ കിട്ടണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അത് നടന്നു കഴിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ടല്ലോ. പിറ്റേ ദിവസം ജിന്ന് അച്ഛന്റെ വീട്ടിൽ വരുമ്പോൾ മുമു ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലും നടക്കുന്നില്ല. ജിന്നിനോട് ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ ജിന്നു ഫോട്ടോ എടുക്കാനായിട്ട് വരുമ്പോൾ അവളുടെ രൂപം കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് പതിയെ അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കും. അത് റൊമാൻറ്റിക് ആയിട്ട് പിന്നീട് വന്ന് അവൻ ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ എന്തിനാണെന്നല്ലേ, അവൾക്ക് എന്തോ ഒരു ഡൊണേഷൻ ക്യാമ്പ് ഉണ്ട്, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോട്ടോ എടുത്ത് കഴിഞ്ഞല്ലോ. മുമു പറയും ഇങ്ങ് വന്നേ, നമുക്ക് വേറൊരു ഫോട്ടോ കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കും. ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോയൊന്നുമില്ല, കുട്ടിക്കാലത്ത് എന്തോ എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്താൽ ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് മുമുവിന്റെ ആ ഒരു ഡൊണേഷൻ ക്യാമ്പാണ്. മുമു വേറെ കുറച്ച് ആൾക്കാരും ഡാൻസ് കളിക്കും. അങ്ങനെ അവർക്ക് പൈസ കിട്ടും, അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു പെർഫോമൻസ് മുമു കാഴ്ച വെക്കുന്നുണ്ട്. കൂടെ തന്നെ വേറെ കുറച്ച് പെൺപിള്ളാരും ഉണ്ട്. എന്തായാലും ഡാൻസ് ഒക്കെ കഴിയുമ്പോൾ കൂട്ടുകാരിയോട് അങ്ങോട്ട് വരും. കൂട്ടുകാരി ബാ, ഇവിടെ ഒരുപാട് കഴിക്കാനായിട്ട് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് മുമ്മുനെയും വിളിച്ച് കഴിക്കാനായിട്ട് പോകും. അവിടെ കഴിക്കാനായിട്ട് സാധനം കൂട്ടുകാരി വാങ്ങുമ്പോൾ ഈ മുമു തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്, ജിന്നും കുറെ പെൺപിള്ളാരും അവിടെ ഇരിക്കുന്നു. അതുപോലെ ജിന്ന് ഒരു പെൺകുട്ടിയുടെ തോളത്ത് കൈ വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ മുമു ആകെ തകർന്ന് അവിടെ നിന്ന് പോകും. മുമു നോക്കുന്ന കാര്യം ജിന്ന് കാണുന്നുണ്ട്. ജിന്ന് എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റേ ആ ഒരു തൊപ്പി വെച്ച മനുഷ്യനില്ലേ, അവനോട് റേസിനെ പറ്റി സംസാരിക്കുന്ന മനുഷ്യൻ, അയാൾ ജിന്നിനെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ജിന്നിനെ വന്ന് മനഃപൂർവ്വം തട്ടും, പോവല്ലേ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ജിന്ന് തൽക്കാലം അവളുടെ പിന്നാലെ പോകുന്നില്ല. അവള് പിണങ്ങി പോയതാണ്. ജിന്ന് വീണ്ടും അവന്റെ പുതിയ കൂട്ടുകാരടുത്ത് പോയിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. വീണ്ടും മുമുനെ കാണിക്കുകയാണെങ്കിൽ അവൾ ആകെ തളർന്ന് കരഞ്ഞ് അവിടെ ഇരുന്ന് പോവുകയാണ്. അവള് കാണാൻ പറ്റാത്ത കാര്യമാണ് മുമ്പിൽ കണ്ടേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനെയാണ് വേറൊരു പെൺകുട്ടിയായിട്ട് കണ്ടേക്കുന്നത്. അവൾ ആകെ തകർന്ന് അവിടെ ഇരുന്ന് കരയുമ്പോൾ വേറെ കുറച്ച് കപ്പിൾസ് അവൾക്ക് കൊണ്ടുവന്ന് പൈസ ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഇരുന്ന് കരയുന്ന ഏതൊരു പിച്ചക്കാരിയാന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും അവളെ വിഷമിപ്പിക്കത്തില്ല എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ വാക്ക് പാലിച്ചിട്ടില്ല. ഈ നേരം ജിന്നാണെങ്കിൽ അവന്റെ കൂടുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടും. അതുപോലെ തന്നെ ആ കൂടുള്ള പെൺകുട്ടീനെയും പറഞ്ഞു വിടും. പിന്നീട് അവൻ വന്ന് കാണുന്നത് ആ ഒരു മനുഷ്യനെയാണ്, ആ ഒരു തൊപ്പി വെച്ച മനുഷ്യൻ. അയാൾ ജിന്നിനോട് ക്ഷമ പറയും. വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും എന്തോ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ജിന്ന് ഇങ്ങനെ വേണം നടക്കാൻ എന്നതുപോലെ. ഇപ്പൊ ഈ പെൺകുട്ടികളുമായിട്ട് അവൻ സംസാരിച്ചതിന് എന്തോ ഒരു കാരണമുണ്ട്. അത് ഈ തൊപ്പി വെച്ച മനുഷ്യൻ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ നീ പിന്നീട് ആ പെൺകുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി, എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മാറിപ്പോവും. ഇതിനുശേഷം ജിന്നാണെങ്കിൽ ആകെ തളർന്ന് ഒരു പാലത്തിന്റെ മണ്ടയിൽ വിഷമിച്ച് വന്ന് നിൽക്കുകയാണ്. അവനങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് മുമു കൂടെ വരും. മുമു ആകെ വിഷമിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൻ അറിയാതെ അതുവഴി പാസ് ചെയ്ത് പോകാനായിട്ട് നോക്കുമ്പോൾ അവൻ കണ്ടുപിടിക്കും. നീ എവിടെ പോയതാ, വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ അവൾ നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവളെ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ വിടില്ല. പെട്ടെന്ന് തന്നെ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. ആ നേരം അമ്മ കൂടെ അങ്ങോട്ട് വരും. ആരുടെ അമ്മ? ഇവരുടെ എല്ലാവരുടെയും രണ്ടാനമ്മ. ആ അമ്മ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അമ്മയ്ക്ക് എന്താന്ന് പോലും അറിയാതെ ആകെ കിളി പാറിയ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. പിന്നീട് മുമ്മും അമ്മയും കൂടെ വീട്ടിൽ വരും. ജിന്നില്ല. മുമ്മു അവളുടെ ബെഡ്റൂമിലും അതുപോലെ തന്നെ അമ്മ ഹാളിലുമാണ്. കുറെ നേരം കഴിയുമ്പോൾ മുമ്മു പുറത്തോട്ടിറങ്ങി വന്നിട്ട് അമ്മയോട് പറയും, അമ്മ നിങ്ങൾ അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. അമ്മ പറയും, എനിക്ക് ജിന്നിനെ നന്നായിട്ട് അറിയാം, അവൻ പാവപ്പെട്ട ഒരു പയ്യനാണ്. പക്ഷേ ഈ കാര്യങ്ങൾ വല്ലതും നിന്റെ അമ്മ അറിയുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. എന്നാലും ഞാനിത് തൽക്കാലത്തേക്ക് കണ്ണടയ്ക്കാം, എന്റെ അച്ഛനോട് പറയത്തില്ല, ഞാനിത് കണ്ടതുപോലെ ഭാവിക്കത്തില്ല. ഇവളുടെ ഇഷ്ടങ്ങളൊക്കെ ഈ ഒരു അമ്മയോട് പറയുന്നുണ്ട്. ജിന്നിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടം വരെ വന്നേന്ന്. അതായത് ഈ തായ്ലൻഡിലോട്ട് ജിന്നിനെ കാണാനായിട്ടും അവന്റെ കൂടെ ജീവിതം പങ്കിടാനായിട്ടുമാണ് വന്നതെന്നാണ് ഈ അമ്മയോട് പറയുന്നത്. അമ്മയ്ക്ക് മനസ്സിലായി അവളുടെ സ്നേഹം സത്യസന്ധമാണ്, അതുകൊണ്ട് തന്നെ ഇവരെ വേറെ പിരിപ്പിക്കേണ്ട, പക്ഷേ അച്ഛനോട് പറയാൻ പാടില്ല എന്ന്. അമ്മ സമ്മതിക്കും, അച്ഛനോട് പറയത്തില്ല എന്ന്. ഈ നേരം ജിന്നാണെങ്കിൽ അവന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. കൂട്ടുകാരൻ മുമുവിനെ കാണാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നേക്കാണ്. മുമുവിന്റെ കാര്യം തിരക്കുമ്പോൾ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജിന്നിനോട് ദേഷ്യപ്പെടും. എന്തിനാ നീ അവളോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാത്തത്, എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്, അവളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്തിനാ പറയുന്നത്, എന്തിനാ എന്റെ കാര്യം ആലോചിച്ച് അവളെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത്, അതുകൊണ്ട് അത് പറയാത്തേ നല്ലതെന്ന് പറയുമ്പോൾ കൂട്ടുകാരനാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നീ ആ മുമുവിന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്, അവൾ എന്തുമാത്രം നിന്നെ കരുതി വിഷമിക്കുന്നുണ്ടെന്ന്. അവളോട് നീ സത്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ജിന്ന് ആകെ ദേഷ്യപ്പെട്ടിട്ട് കൂട്ടുകാരനോട് പറയും, അവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവും. കൂട്ടുകാരനാണെങ്കിൽ ആകെ തകർന്ന് അവിടെ നിന്ന് പോവാണ്. ജിന്ന് ഇങ്ങനെ പെരുമാറുമെന്ന് അവൻ ഒരിക്കലും കരുതിയിട്ടില്ല. കട്ട് ചെയ്താൽ മുമു ആണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ജിന്നിന്റെ വർക്ക്ഷോപ്പിന്റെ അവിടെ വന്നിട്ടുണ്ട്. ആ നേരം അവിടെ തന്നെ സ്നേക്ക് കൂടെ വന്നിട്ടുണ്ട്. സ്നേക്ക് എന്തിനാ വന്നതെന്ന് മുമു ഇറങ്ങി വന്ന് ചോദിക്കുമ്പോൾ സ്നേക്ക് മറ്റൊന്നിനുമല്ല വന്നേക്കുന്നത്. ഈ ജിന്നാണെങ്കിൽ എന്തൊക്കെയോ ഇല്ലീഗലായിട്ട് അപകടപരമായിട്ടുള്ള എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഏതോ ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട ആൾക്കാരാണ്. അവരുമായിട്ട് ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ ജിന്നിനെ കൊന്നു കളഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള കൂട്ട് വേണ്ട, അത് പിൻവലിച്ചേക്ക്, എന്തോ അസോസിയേഷൻ ആണെന്ന് മുമുവിനോട് പറയുന്നുണ്ട്. മുമു പറഞ്ഞാൽ ജിന്ന് കേൾക്കുമെന്ന്. ഇതും പറഞ്ഞിട്ട് സ്നേക്ക് അവിടെ നിന്ന് മാറി
മാറിപ്പോവും. കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. സ്നേഹി അവിടെ നിന്ന് പോയതിനു ശേഷം മുമു പതിയെ വർക്ക്ഷോപ്പിന്റെ അകത്ത് ചെല്ലും. അവിടെ തന്നെ ജിന്നു ഉണ്ട്. ജിന്നിനോട് പറയും, നീ എനിക്കൊരു സത്യം തരാമോ? നീ എപ്പോഴും സേഫ് ആയിട്ടിരിക്കും, ഒരു പ്രശ്നത്തിലും പോയി ചാടത്തില്ല എന്ന്. അവൻ അവന്റെ ഭാഗം വിശദീകരിക്കാനായിട്ട് വരുന്നുണ്ട്. അവനൊന്നും ചെയ്തിട്ടില്ല, ആ പെൺകുട്ടിയായിട്ട് ബന്ധമില്ല എന്നൊക്കെ. എന്നാലും മുമ്മുവിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവൻ ഏതൊരു അസോസിയേഷന്റെ കൂടെ ചേർന്നിട്ടുണ്ട്, അതാ ഈ കാര്യങ്ങളൊക്കെയെന്ന്. എന്നാൽ അവൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അവനോട് സത്യം വാങ്ങുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രി അവൾ അവന്റെ കൂടെ ഉറങ്ങുന്നതെന്ന് പറയും. അല്ലല്ല, ഉറങ്ങുന്നതെന്നല്ല, എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ കാണുമെന്ന്. ഇത് അവള് പറഞ്ഞ ഡയലോഗ് തന്നെ, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്ത് പോയിരിക്കും. അവൻ ഫ്രഷ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ എന്തൊക്കെ ബുക്കൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ആ ബുക്കിനോട് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ജിന്നിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വന്നിരിക്കുമ്പോൾ അവനോട് കാര്യങ്ങൾ തിരക്കും, എന്താണ് അവൻ ഇല്ലീഗലായിട്ട് ചെയ്യുന്നതെന്ന്. കറക്റ്റായിട്ട് അവൻ പറയുന്നില്ല അവളോട്. എന്തായാലും എന്തോ റേസിംഗിന്റെ കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ റേസ് കണ്ടസ്റ്റ് ചെയ്യും, അങ്ങനെ അവന് പൈസ കിട്ടും, എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അത് മാത്രം അവൾക്ക് അറിയാം. പിന്നെ അവ ചോദിക്കുന്നുണ്ട്, സ്നേഹിയാണോ ഇവളോട് ഈ അസോസിയേഷന്റെ കാര്യം പറഞ്ഞതെന്ന്. മുമ്പ് അറിയാതെ തന്നെ അസോസിയേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ കിളി ആകെ പാറി, മീൻസ് എന്താ പറയാ, ഇവനാകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മുമ്പ് അസോസിയേഷന്റെ കാര്യം അറിഞ്ഞെന്ന് വിചാരിച്ചപ്പോഴേ. എന്തായാലും മുമ്പ് സ്നേഹിനെ ഒറ്റ കൊടുക്കുന്നൊന്നുമില്ല. അതുപോലെ ജിന്ന് എല്ലാ കാര്യങ്ങളും മുമ്മുവിനോട് പറയുന്നുമില്ല. ഇതിനുശേഷം ജിന്നാണെങ്കിൽ മുമ്മുവിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ തന്നെ കൂട്ടുകാരൻ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവൻ ബിയറൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പതിയെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു ബിയർ എടുത്ത് കൂട്ടുകാരന് കൊടുക്കും. എന്നാൽ കൂട്ടുകാരൻ അത് വാങ്ങുന്നില്ല. അവൻ പിണക്കത്തിലാണ്, നേരത്തെ ദേഷ്യപ്പെട്ടതല്ലേ. ആ നേരം കൂട്ടുകാരന്റെ ചൂണ്ട കിടന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങും. അതായത് മീൻ കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്ന് പറയും, ദോ കുലുങ്ങുന്നു, പെട്ടെന്ന് തന്നെ പിടിക്കാൻ. പക്ഷെ കൂട്ടുകാരൻ പറയും, എനിക്ക് എന്റെ വലയിനെ പറ്റി അറിയാം, നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട, എന്നെ പഠിപ്പിക്കാനായിട്ട് വരണ്ടാന്ന്. നേരത്തെ ജിന്ന് അവനോട് പറഞ്ഞില്ലായിരുന്നോ, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്. എന്തായാലും ഇപ്പൊ കുലുങ്ങുന്നത് കൊണ്ട് തന്നെ അവൻ ആ ചൂണ്ട പിടിച്ച് വലിക്കും. ജിന്നാണ് സഹായിച്ചു കൊടുക്കുന്നത്. എടുത്തു നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, എന്തോ ഒരു തുണി കഷ്ണോ മറ്റോ ആണ്, മീനൊന്നും അല്ല. വീണ്ടും ചൂണ്ട എറിഞ്ഞിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ ബിയറും കുടിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. മറ്റവൻ ബിയർ വാങ്ങിച്ചില്ലല്ലോ. ആ നേരം ജിന്ന് ഒരു കാര്യം പറയും, ഞാൻ എന്തായാലും മുമ്മുവിനോട് എല്ലാ സത്യങ്ങളും പറയാനായിട്ട് പോവാണെന്ന്. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരന്റെ പിണക്കം മാറും. പതിയെ ബിയർ എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവനൊരു കഥയും കൂടെ പറഞ്ഞു കൊടുക്കും. ആര് കൂട്ടുകാരനൊരു കഥ പറയും. മറ്റൊന്നുള്ള ഈ കൂട്ടുകാരന്റെ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മയോടും കുടുംബത്തിനോടും പറയത്തില്ലായിരുന്നു, എല്ലാം ഒളിപ്പിച്ചു വയ്ക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് സത്യാവസ്ഥ മനസ്സിലാവത്തില്ല. ഇവർ നല്ല ടെൻഷനിലായിരിക്കും. എന്നാൽ അച്ഛന്റെ ഈഗോ കാരണം ഒന്നും പറയത്തില്ല. ബാക്കിയുള്ളവരോട് ടെൻഷൻ അടിക്കും. അത് കണക്ക് ജിന്നിനോട് ആവാൻ പാടില്ല എന്ന് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് കൂടെ പറയണമെന്ന് പറഞ്ഞ് അവൻ അഡ്വൈസ് ചെയ്യാണ്. ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും വല കുലുങ്ങാനായിട്ട് തുടങ്ങും. അതിനർത്ഥം മീൻ കിട്ടിയിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പോലെ തുണിയല്ല, മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ മീനെ കിട്ടുന്നില്ല, അത് ചാടിപ്പോയി. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ജിന്നും അവന്റെ ടീംസും വർക്ക്ഷോപ്പിൽ പണിയെടുക്കുമ്പോൾ പുറത്ത് മുമു വന്നിട്ടുണ്ട്. ആ നേരം അങ്ങോട്ട് സ്നേഹി കൂടെ വന്നിട്ടുണ്ട്. സ്നേഹി മുമുവിനെ കണ്ട ഉടനെ എന്തായി, അവനോട് കാര്യങ്ങൾ പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, അവൻ എന്തായാലും അടുത്ത 2 ആഴ്ചക്കകം ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടി നിർത്താന്നാണ് പറഞ്ഞതെന്ന്. എന്നാൽ സ്നേഹി ദേഷ്യപ്പെട്ടിട്ട് പറയും, 2 ആഴ്ചയൊന്നും സമയമില്ല, എന്തായാലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അവന്റെ കാര്യത്തിൽ തീരുമാനവും പെട്ടെന്ന് തന്നെ നിർത്താനായിട്ട് പറയണമെന്ന്. ജിന്നും അവന്റെ കൂട്ടരും അവിടെ പണിയെടുത്തോണ്ട് നിൽക്കുമല്ലായിരുന്നോ. അപ്പോൾ തന്നെ അങ്ങോട്ട് കൂട്ടുകാരൻ വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നമായെന്ന് പറയും. കൂട്ടുകാരന്റെ പിന്നാലെ അവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിനകത്ത് അവന്റെ ഒരു സ്പെഷ്യൽ കാറില്ലേ, അത് ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെയോ വന്ന് തല്ലി തകർത്തു. ആരൊക്കെയാണെന്ന് അവർക്ക് അറിയത്തില്ല. സ്നേഹി മുമും പിന്നാലെ വന്ന് നോക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് കാണുന്നത്. കൂട്ടുകാരൻ സ്നേഹി അവിടെ നിൽക്കുന്നെന്ന് അറിയാതെ ഇത് സ്നേഹിയുടെ അച്ഛന്റെ പരിപാടിയാണെന്ന് പറയുമ്പോൾ സ്നേഹി വിളിച്ചു പറയും, നീ അതിന് കണ്ടോ എന്റെ അച്ഛന്റെ പരിപാടിയാണെന്ന്, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ ജിൻ അവളോട് ദേഷ്യപ്പെടും, ഇവിടെ നിൽക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സ്നേഹി പതിയെ അവന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നീ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടും. ഇവിടെ നിറങ്ങിപ്പോ, എന്റെ അടുത്ത് നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട്. അവളുടെ കണ്ണൊക്കെ ആകെ നിറയുന്നുണ്ട്. നീ ചത്തോ മരിക്കോ എന്തുവാണെങ്കിലും ചെയ്തോ, ഇനി ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവും. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അവൾ അവന്റെ ജീവൻ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്. എന്നാൽ അവൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്. അവൾക്ക് എന്തുമാത്രം വിഷമായി കാണും. ജിന്ന് കുറച്ച് കഴിയുമ്പോൾ മുമ്മുന്റെ അടുത്ത് വരും. മുമ്മു ആകെ വരണ്ട് നിൽക്കുകയാണല്ലോ. അവന്റെ ജീവിതം അപകടത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ പതിയെ അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ തോളത്ത് തട്ടിയിട്ട് പറയും, പണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ, നിനക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ നിനക്ക് ഞാനാണ് സൈൻ ഇട്ടുന്നത്. എന്നാൽ അത് സ്കൂളിൽ പിടിച്ചിട്ട് പ്രശ്നമായി. പക്ഷെ അത് വെറും ചെറിയൊരു പ്രശ്നമല്ലായിരുന്നോ, അത് ഞാൻ ഒതുക്കി തീർത്തില്ലേ, അത്രേ ഉള്ളൂ, എല്ലാം ചെറിയ പ്രശ്നങ്ങളാണ്, എന്നെ കൊണ്ട് എല്ലാം ഒതുക്കി തീർക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. അതുപോലെ തന്നെ കൂട്ടുകാരനോട് അവളെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് പറയും. കൂട്ടുകാരൻ അവളെയും വിളിച്ച് അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഈ ജിന്ന് നേരെ ചെല്ലുന്നത് ആ ഒരു ബോക്സറൊക്കെ വർക്ക് ചെയ്യുന്ന ജിമ്മിലാണ്. അത് മറ്റാരുടെയും സ്ഥലമല്ല, ആ ഒരു സ്നേഹിയുടെ അച്ഛന്റെ സ്ഥലം തന്നെയാണ്. നേരെ ചെന്ന് ബോക്സറിന്റെ മോന്ത് നോക്കി ഒറ്റ കുത്താണ്. ജിന്ന് വിചാരിച്ചിരിക്കുന്നത് അവന്റെ ഗരാജ് നശിപ്പിച്ചത് അല്ലെങ്കിൽ ആ കാറ് നശിപ്പിച്ചത് ഈ സ്നേഹിയുടെ അച്ഛന്റെ ടീംസ് ആണെന്നാണ്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അത് മുമ്പോട്ട് പോകുമ്പോഴേ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ നേരം മുമ്മുനെ കാണിക്കുകയാണെങ്കിൽ അവളൊരു മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആ മാർക്കറ്റിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ ആ ഒരു തൊപ്പിയും വെച്ച മനുഷ്യനെ അവൾ കാണും. അവൾക്കറിയാം, അവൾ നേരത്തെ കണ്ടിട്ടുണ്ട് ജിന്നിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഈ
ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ അന്ന് ജിന്നിനോട് ഈ മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ അവൻ അറിയത്തില്ല എന്നല്ലേ പറഞ്ഞത്. അവൾക്ക് എന്തൊക്കെ ഡൗട്ട് തോന്നിയിട്ട് ഈ മനുഷ്യന്റെ പിന്നാലെ ഫോളോ ചെയ്യാനായിട്ട് ചെല്ലും. പക്ഷെ മനുഷ്യനെ കാണാനില്ല. വീണ്ടും ഫോളോ ചെയ്ത് എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് കയറി ഇയാളെ കണ്ടുപിടിക്കും. ഇവള് പതിയെ പതിയെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെ അവള് ഫോളോ ചെയ്ത് അവസാനം ആളിനെ കാണുന്നില്ല. അവൾ ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോഴും കാണാനില്ല. പക്ഷെ വേറൊരു ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യൻ പിന്നീന്ന് നടന്നു വരും. ഇതിനുശേഷം എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണും വരെ ഓക്കെ ബൈ.